ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ചാക്കോച്ചിക്ക് കോലഞ്ചേരിയിൽ അപ്പോയിൻമെൻ്റ് ഉള്ള ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി തൃശ്ശൂരിൽ നിന്ന്. ഞാനും ചാക്കോച്ചിയും അനിത ഏലും നല്ല ഉറക്കത്തിലാണ്. ഇച്ചായനാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മഴയുണ്ടായിരുന്നു. അത് ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. വീഡിയോ ഞാൻ ലോങ് ആവാതിരിക്കാനായിട്ട് കുറച്ച് വീഡിയോസെല്ലാം ഞാൻ കട്ട് ചെയ്തിരുന്നു. നമുക്ക് അത്യാവശ്യം ഹൈവേയിലൂടെ വരുമ്പോൾ അറിയാം, ഇപ്പോൾ റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബ്ലോക്ക് കിട്ടും. അത് ഹൈവേയിലൂടെ പാസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളും അതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. നമുക്കും നല്ല ബ്ലോക്കാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്. കുറച്ച് പാസ് ചെയ്ത് നമ്മളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഏലുവാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞു. ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സുന്ദരി കുട്ടിയായി ബോയൊക്കെ വെച്ചിങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഉറങ്ങണോ വേണ്ടോ എന്ന് ആലോചിച്ചാണ് ഏലിരിക്കുന്നത്. ചാക്കോച്ചിയാണെങ്കിൽ ഔട്ട് സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. ടോയ്സിൻ്റെ ഷോപ്പൊക്കെ എവിടെയാണ് ഉള്ളതെന്നൊക്കെ നോക്കിയിരിക്കുക നമ്മുടെ ആൾ. അവൻ അത്യാവശ്യം ട്രാവലിംഗ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ കാലടിയിലെത്തി. കാലടിയിൽ നമുക്ക് എപ്പോഴും ഈ സൈഡ് നമ്മൾ വരുമ്പോൾ മൂവാറ്റുപുഴ സൈഡ്, പെരുമ്പാവൂർ സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ബ്ലോക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് കാലടി എന്ന് പറയുന്നത്, കാലടി പാലം എന്ന് പറയുന്നത്. ഞങ്ങൾക്കും കിട്ടിയ അത്യാവശ്യം നല്ല ബ്ലോക്ക്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പാസ് ചെയ്തു. ഏലുവാണെങ്കിലോ ചാക്കോച്ചി ബ്ലോക്കിന് വേണ്ടിയൊന്നും ഞാൻ ആലോചിച്ചിരിക്കുന്നു. ചാക്കോച്ചി ചാക്കോച്ചി നമ്മളിപ്പോൾ കോലഞ്ചേരി എത്താറായി. കോലഞ്ചേരി ഹോസ്പിറ്റൽ എത്താറായിട്ടുണ്ട്. 2021 ചാക്കോച്ചി നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസസ്മെൻറ്റും ട്രീറ്റ്മെൻറ്റും എല്ലാം നമ്മളിവിടെ തന്നെയാണ് ചെയ്യുന്നത്. തെറാപ്പി മാത്രമാണ് നമ്മൾ തൃശ്ശൂർ ചെയ്യുന്നത്. ഇത് മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസ് ആണ്. ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡ്. കോളേജ് അവിടെ എന്തോ ഫങ്ഷൻ ഇപ്പം നടക്കുന്നത്, അതുകൊണ്ടാണ് പാർക്കിംഗ് എല്ലാം ഔട്ട് സൈഡ് ആക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ നല്ലൊരു പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡോക്ടറിനെ നമ്മൾ കാണുന്നത്. ചാക്കോച്ചിക്ക് എവറി 6 or 1 ഇയറിലാണ് നമ്മളിവിടെ ചെക്കപ്പിന് വരുന്നത്. അത്യാവശ്യം നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും വർഷത്തിൽ നമുക്കുണ്ട്. നമ്മളിവിടെ എത്തുമ്പോൾ 10:30 ആയി. നമുക്ക് 11 o'clock അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. നമ്മൾ ഇനി അസസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ഡോക്ടറെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ 2 അസസ്മെൻറ്റ് കഴിഞ്ഞു. 3ാമത്തെ അസസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മൾ ലഞ്ചൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു, ഡോക്ടറെ കണ്ടു, നെക്സ്റ്റ് റിവ്യൂ നമ്മളോട് പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ തൃശ്ശൂർക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. പോരുന്ന വഴിക്ക് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കൊടകര മിൻസയിൽ ഫുഡ് കഴിക്കാൻ കയറി. നമ്മുടെ ഡിന്നർ ആയിരുന്നു ഔട്ട് സൈഡിൽ നിന്ന്. ഏലൂരാണെങ്കിൽ ഞാൻ ഇൻസ്റ്റൻറ്റ് സർലാക്ക് കൊണ്ടുവന്നിരുന്നു. അത് ഏലൂർ കൊടുത്തു. അപ്പോൾ ചാക്കോച്ചിക്കും ഫുഡ് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അറൗണ്ട് 10 o'clock ഒക്കെ ആവുമെന്ന് തോന്നുന്നു. ഏലുവാണെങ്കിൽ അമ്മ